ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും കണ്ടതും കേട്ടതുമല്ല, അതിനപ്പുറത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ പ്രഭാതത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ എന്താന്നുള്ളത് അവിടെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, പഞ്ചലോഹ വിഗ്രഹം കൂടി വാങ്ങിയതായുള്ള ആരോപണം ഉയർന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡി മണിയെ തേടി SIT ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. 2 ദിവസത്തിനകം ഡി മണിയെ ചോദ്യം ചെയ്യും എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. സിജോ ബിജോൺ വിവരങ്ങൾ നൽകും. സിജോ, ആ വ്യവസായിയായിരുന്നു ഡി മണിയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീലിംഗ്സ് നടത്തിയത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഈ ഡി മണി എന്നത് അന്വേഷണ സംഘത്തിന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഡി മണി ആരാണെന്ന് സംബന്ധിച്ച കൃത്യമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ അടുത്ത ആളുകളുമായിട്ട് അന്വേഷണ സംഘം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഇയാൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാമെന്നുള്ള കാര്യം SITയോട് അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ ഒരു പ്രത്യേക സംഘം ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇയാളെ വൈകാതെ തന്നെ മൊഴിയെടുക്കും. ഇയാളെ നിലവിൽ പ്രതിയല്ല എന്നുള്ളത് കൊണ്ട് ഇയാളെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾക്ക് അറിയാവുന്ന വിവരങ്ങൾ നൽകാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അത്തരം ഒരു ചർച്ചകളിലേക്ക് സംഭാഷണവും ഇതുവരെയും പോവുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഇയാള് ഇത്തരത്തിൽ ഈ വിഗ്രഹങ്ങളൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരാളാണെന്ന് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ ശബരിമലയിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് SIT എന്തായാലും ഇയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ നിർണായകമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പറയേണ്ടത്. കാരണം രമേശ് ചെന്നിത്തല ആണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഒരു വ്യവസായിയാണ് ഇത്തരത്തിൽ തനിക്ക് വിവരം നൽകിയത്. ഈ ശബരിമലയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിഗ്രഹകർത്തൃ സംഘത്തിന് അവരാണ് ഈ സ്വർണം കൊണ്ടുപോയെന്നുള്ള സംബന്ധിച്ച് വരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് SIT കടക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡി മണിയെ തേടി SIT സംഘം ചെന്നൈയിലെത്തിയിരിക്കുന്നു. വിവരങ്ങളാണ് സിജോ വിജോൺ.